ഹായ് എവരി വൺ. നമ്മുടെ മൊഡ്യൂൾ 1-ൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. എക്സംപ്റ്റഡ് ഇൻകം അഥവാ ടാക്സ് ഫ്രീ ഇൻകം. എക്സംപ്റ്റഡ് ഇൻകം പേര് പോലെ തന്നെ എന്താണ്? ദ ഇൻകംസ് വിച്ച് ആർ എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. സോ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ടാക്സ് ഫ്രീ ഇൻകം. ടാക്സ് കൊടുക്കേണ്ടാത്ത ഇൻകംസ്. Exempted incomes or tax free income is that income for which no income tax is charged. ഇൻകം ടാക്സ് ചാർജ് ചെയ്യാത്ത ഇൻകത്തിനെയാണ് നമ്മൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്. ആ എക്സംപ്റ്റഡ് ഇൻകംസിനെ നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് ടോട്ടലി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ് ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി ഈസ് പാർഷ്യലി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ടോട്ടലി എക്സംപ്റ്റഡ് മീൻസ് ഇപ്പോൾ എത്ര എമൗണ്ട് ആണോ അത് വന്നേക്കണേ അത് കംപ്ലീറ്റ്ലി ടാക്സ് എക്സംപ്റ്റഡ് ആയിരിക്കും. ഒറ്റ എമൗണ്ട് ഇൻകം ടാക്സ് കൊടുക്കണ്ട. പാർഷ്യലി എക്സംപ്റ്റഡ് മീൻസ് ഒരു പോർഷന് നമുക്ക് എക്സംപ്ഷൻ കിട്ടും. ബാലൻസ് ഇഫ് എനി വിൽ ബി ടാക്സബിൾ. അങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കണേ. സോ ഇത് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ ഓരോ ഹെഡ് പഠിക്കുമ്പോഴും ഇപ്പം മിസ് അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഓരോ ഹെഡ് പഠിക്കുമ്പോഴും അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ ഇൻകവും എക്സംപ്റ്റഡ് അങ്ങനെ എന്തൊക്കെയാണ് വരണേന്നുള്ളത്. ഇപ്പോൾ സാലറി ഹെഡ് പഠിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റിയുടെ എക്സംപ്ഷൻ വരണേന്ന് പറയുന്നുണ്ട്. അലവൻസുകൾ അതിൽ ഓരോ അലവൻസിൻ്റെയും എക്സംപ്ഷൻ പറയുന്നുണ്ട്. പെർക്വിസിറ്റ്സ് ഓരോ പെർക്വിസിറ്റിൽ ഫുള്ളി എക്സംപ്റ്റഡ് പെർക്കുകൾ ഏതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ നിന്ന് ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞു. ഏതാ? അഗ്രികൾച്ചറൽ ഇൻകം അല്ലേ? തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചുള്ളൂ. അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്ന്. അതേപോലെ ഇനി നമ്മൾ സാലറി പഠിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ എക്സംഷൻ, ഗ്രാറ്റുവിറ്റി എക്സംഷൻ, അലവൻസുകൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്, പിന്നെ പെർക്വിസിറ്റുകൾ ഫുള്ളി എക്സംപ്റ്റഡ്, ഇതെല്ലാം നമ്മൾ സാലറി ഹെഡിൽ നിന്ന് പഠിക്കും. ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് എടുക്കുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്, അങ്ങനെ ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ് ഓർ പ്രൊഫഷൻ അങ്ങനെ ഏത് പർപ്പസിനാണ് ഉപയോഗിക്കണേ അവിടെ എക്സംഷൻ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ പഠിക്കും. ഇനി ഇൻകം ഫ്രം ബിസിനസ് എടുക്കുമ്പോൾ സർട്ടൻ ഇൻകംസ് ആർ കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിസിനസ് ഹെഡിൽ പഠിക്കും. ഇനി ക്യാപിറ്റൽ ഗെയിൻ അഥവാ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിങ്ങിൽ ചില അസറ്റുകൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഹെഡിൽ ടാക്സബിൾ ആവില്ല, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇങ്ങനെ ഓരോ ഹെഡിലും നമ്മൾ ഇന്ന എക്സംപ്റ്റഡ് ആണ്. ഇന്നിപ്പോൾ ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ്. പ്രോഫിറ്റ് ഓഫ് ഷെയർ റിസീവ്ഡ് ഫ്രം എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എക്സംപ്റ്റഡ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഫ്രം പാർട്ട്ണർഷിപ്പ് ഫേം ഫുള്ളി എക്സംപ്റ്റഡ്. അങ്ങനെ എല്ലാ ഹെഡും പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു റിവിഷൻ പോലെ ആ പഠിച്ചതെല്ലാം നിരത്തി എഴുതുന്നതാണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തേക്കണതുകൊണ്ട് ജസ്റ്റ് മിസ് അതൊന്ന് നോക്കാം. അതിൽ ചില പോയിന്റിൽ നിങ്ങൾക്ക് റെഡ് സ്റ്റാർ കാണാം. ദാറ്റ് റെഡ് സ്റ്റാർ മീൻസ് ഇറ്റ് നീഡ്സ് എക്സ്പ്ലനേഷൻ ആൻഡ് ദാറ്റ് യു ഹാവ് സ്റ്റഡിഡ് ഇൻ എനി അതർ ഹെഡ്. ഏതെങ്കിലും ഹെഡിങ്ങിൽ പഠിക്കും, എക്സ്പ്ലനേഷൻ വേണം എന്നാണ് അത് മീൻ ചെയ്യണേ കേട്ടോ. ഇപ്പോൾ മിസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം, നോക്കി വെച്ചോളൂ. ടോട്ടലി എക്സംപ്റ്റഡ് ഇൻകം അഥവാ ടാക്സ് ഫ്രീ ഇൻകം അണ്ടർ സെക്ഷൻ 10. ഫസ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചറൽ ഇൻകം, നീഡ്സ് എക്സ്പ്ലനേഷൻ ആൻഡ് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. സെക്കൻഡ് വൺ, എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ മെമ്പർ ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫ്രം സച്ച് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പർക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഇൻകം ഓഫ് എ പാർട്ട്ണർ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് സെക്യൂരിറ്റീസ് ഓർ ബോണ്ട്സ് റിസീവ്ഡ് ബൈ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് റിസീവ് ചെയ്യുന്ന ചില നോട്ടിഫൈഡ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ NRE അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. അലവൻസസ് ആൻഡ് പെർക്വിസിറ്റ് പെയ്ഡ് ബൈ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് സെർവിങ് ഔട്ട്സൈഡ് ഇന്ത്യ. അത് സാലറി ഹെഡിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ സെർവ് ചെയ്യുന്ന എംപ്ലോയീസിന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന പെർക്വിസിറ്റ്, ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന അലവൻസും പെർക്വിസിറ്റും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ, എമൗണ്ട് റിസീവ്ഡ് ആസ് ലീവ് എൻകാഷ്മെൻറ്റ് ഓർ റിട്ടയർമെൻറ്റ്, മൂന്നിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. സാലറി ഹെഡിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് മിസ് തന്നെ പഠിപ്പിക്കും. പിന്നെ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ. പേയ്മെൻറ്റ് റിസീവ്ഡ് അണ്ടർ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ. ഇൻകം ബൈ വേ ഓഫ് ടാക്സ് ഓൺ പെർക്വിസിറ്റ്. പേയ്മെൻറ്റ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് SPF ഓർ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് PPF. പേയ്മെൻറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ RPF.
പേയ്മെൻറ്റ് ഫ്രം സൂപ്പറാനുവേഷൻ ഫണ്ട്, ഹൗസ് റെൻ്റ് അലവൻസ് അത് നമ്മൾ വീണ്ടും HRA എന്നുള്ള ഹെഡിങ്ങിൽ സാലറി ഹെഡിങ്ങിൽ പഠിക്കും. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ പഠിക്കും. ഏതൊക്കെ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിനാണ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് എന്ന്. പിന്നെ സ്കോളർഷിപ്സ്, അലവൻസസ് ഗിവൺ ടു MP, MLA എക്സെട്ര, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഗിവൺ ബൈ ഗവൺമെൻറ്, പെൻഷൻ റിസീവ്ഡ് ബൈ പേഴ്സൺ അവാർഡഡ് പരംവീർ ചക്ര ഓർ മഹാവീർ ചക്ര ഓർ വീരചക്ര, family pension of a member of armed force, annual value of one place of ex-ruler, one palace of ex-ruler. അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. എക്സ്-റൂളർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഭരണാധികാരികൾ, രാജാക്കന്മാർ, അവർക്കൊക്കെ 3-4 കൊട്ടാരം ഉണ്ടാവില്ലേ, അതിലൊരു കൊട്ടാരം കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഇൻകം ഓഫ് എ ലോക്കൽ അതോറിറ്റി, ഇൻകം ഓഫ് എ റിസർച്ച് അസോസിയേഷൻ, ന്യൂസ് ഏജൻസി, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഖാദി ഓർ വില്ലേജ് ഇൻഡസ്ട്രി, സാർക്ക് ഫണ്ട് ഫോർ റീജിയണൽ പ്രൊജക്റ്റ്, പിന്നെ ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരും അത്. ഡിവിഡൻഡ് ഓൺ യൂണിറ്റ്സ് ഓഫ് UTI, പിന്നെ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ, ഇൻകം ഓഫ് മൈനർ ചൈൽഡ്, ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, അത് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിങ്ങിൽ കുറേ പോയിൻറ്റ്സ് വരുന്നുണ്ട്. ദെൻ ഇൻകം ഫ്രം ന്യൂ യൂണിറ്റ്സ് ഇൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, അതാണ് സെസ്. സ്പെഷ്യൽ ഇക്കണോമിക് സോണിലുള്ള പുതിയ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിന് ഒരു ടാക്സ് ഹോളിഡേ പറയുന്നുണ്ട്. അതായത് ഏൺ ചെയ്ത ആദ്യത്തെ 10 കൊല്ലം ടാക്സ് അടയ്ക്കേണ്ട, അങ്ങനെയൊക്കെ ടാക്സ് ഹോളിഡേ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ആണ് നമ്മളിപ്പോൾ മിസ്സിപ്പോൾ വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ള ഹെഡിങ്ങിൽ. ഇത് കൂടാതെ നിങ്ങൾ തന്നെ റിവിഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരിക. ഓരോ ഹെഡിങ്ങിൽ നിന്നും എക്സംഷൻ നിങ്ങൾ പറക്ക് ചെയ്ത്. അങ്ങനെ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി essay ക്വസ്റ്റ്യൻ. 15 മാർക്കിന് യൂണിവേഴ്സിറ്റി ചോദിക്കാറുള്ളതാണ്. വാട്ട് ഡു യു മീൻ ബൈ ടാക്സ് ഫ്രീ ഇൻകംസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇൻകംസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ നോട്ട് ഇതിൽ പഠിക്കാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇതിൽ നിന്ന് കൂടെ നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് വരാം. ഓക്കെ.